ചിൽഡ്രൻസ് പാർക്കല്ല, അമേരിക്കയിലോ യൂറോപ്പിലോ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളും അല്ല. ഇതൊരു സാധാരണ സർക്കാർ സ്കൂളാണ്. 78 വർഷം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ പഴമയുടെ ഭംഗി അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരത്തെ സർക്കാർ കോട്ടൺ ഹിൽ പ്രീ പ്രൈമറി സ്കൂൾ. നമുക്കെല്ലാം ഇന്നത്തെ കാലത്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള നൂതന സംവിധാനങ്ങൾ, വർണ്ണാഭമായ ഇരിപ്പിടം, ചുറ്റിലും കാർട്ടൂണിലെ ഇഷ്ടകഥാപാത്രങ്ങൾ, തൊട്ടും രുചിച്ചുമറിയാൻ പലതരം വിഭവങ്ങൾ, വരയ്ക്കാനും വായിക്കാനും പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ, സൈക്കിളും കളിവണ്ടിയും ഓടിക്കാൻ റോഡ്, പാലിക്കാനും അനുസരിക്കാനും ഗതാഗത നിയമങ്ങൾ, കരകൗശല നിർമ്മാണ ഉൽപ്പന്നങ്ങൾ, മിനി പാർക്ക്, LED TV എന്നിങ്ങനെ നീളുന്നു ഒരു സർക്കാർ സ്കൂളിലെ കാഴ്ചകൾ. എങ്ങനെയുണ്ട് പുതിയ സ്കൂളിപ്പം? എന്തൊക്കെയുണ്ട് സ്കൂളിലിപ്പം? ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ? മൈക്കൊക്കെ ഉണ്ട് പാട്ട് പാടാൻ? അപ്പൊ സ്കൂളിൽ വരാനാണ് ഇഷ്ടം, വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം? ഇവിടെ അഡ്മിഷൻ വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം വേണ്ട, പാർക്കുണ്ടോ ടീച്ചറെ, ഇവിടെ കുട്ടികൾ കളിച്ചു വളരട്ടെ എന്ന് കരുതി വരുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. അപ്പം ശരി, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയുന്നത്, ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അല്ലാത്തൊരു സ്കൂൾ വിടില്ലായിരുന്നു. കാരണം ഈ രീതിയിൽ കുട്ടി പഠിച്ചു വന്നാൽ മാത്രമേ കുട്ടിക്ക് സമൂഹവുമായിട്ട് ഇടപെടാനും അതേപോലെ തന്നെ കുട്ടിയുടെ മാനസിക വികാസം, മറ്റേത് ഒരുമാതിരി സ്റ്റീരിയോ ടൈപ്പായിട്ട് കുട്ടി ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ എന്ത് പറയുന്നത് കാണാപ്പാടം പഠിച്ചു വരുന്നു, സമൂഹത്തിൽ ഇടപഴകാൻ അറിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഫേസ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കുട്ടി കടന്നു പോകുന്നു. ഈ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടെ തന്നെയാണ് കുട്ടികൾ കടന്നു പോകേണ്ടത്. അത് ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എൻ്റെ മോള് ആദ്യം ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. 4 വയസ്സുള്ള LKGക്ക് അഡ്മിഷൻ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൾ ആ സ്കൂളിൽ പോകുന്നില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്, രാത്രിയിൽ ഉറക്കത്തിൽ കിടന്ന് കരയുന്നു, പേടിച്ച് നിലവിളിക്കുന്നു, ഇങ്ങനെയുള്ളൊരവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ടീച്ചറിന് ഈ ഒരു അവസ്ഥ ഒന്ന് പറഞ്ഞ സമയത്ത് ടീച്ചർ പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തു, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൾ ഇവിടെ വരികയും അവൾ 100% ഹാപ്പിയായി. ഇപ്പോൾ അവളുടെ ആ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ കുറച്ച് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനകരമായ നിമിഷമാണ്. നമ്മൾ ഈ പുതിയ PTA കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ സ്കൂളിന് ഒരു വലിയ മാറ്റം വരുത്തുക എന്നുള്ളത്. അതിൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സംവിധാനം, ഈ അടിസ്ഥാന വികസന സൗകര്യം ഉൾപ്പെടെ വർണ്ണക്കൂടാര ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ പാർക്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ നമ്മുടെ റഹീം MP അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വന്നാൽ ഈ പാർക്ക് കുറച്ചുകൂടി മനോഹരമാക്കിക്കൊണ്ട് എക്യുപ്മെൻറ്റ്സൊക്കെ കൂടുതൽ വരാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ, ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 100-ലധികം കുട്ടികളുള്ള ഒരു പ്രീ പ്രൈമറി സ്കൂളാണ്. ഇത് LPSൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കൂളല്ല, പ്രീ പ്രൈമറി അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കൂടെയുള്ള ഒരു സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ കൂടുതലാണ്. അതുമാത്രമല്ല, ഒരു പാരമ്പര്യമുള്ള ഒരു സ്കൂളെന്നുള്ള നിലയ്ക്ക് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ കടന്നു വരുന്ന ഒരു പൊതുവിദ്യാലയം കൂടിയാണ്. വരുന്ന ആളുകളിൽ നമുക്ക് റഹീം MPയുടെ ഫണ്ട് കൂടി ഉപയോഗിക്കുമ്പോൾ ഈ പാർക്ക് കൂടുതൽ ഉപകരണങ്ങൾ കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് അതിൽ ആടി ഉല്ലസിച്ച് കളിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും. വർണ്ണക്കൂടാരത്തിൻ്റെ ഫണ്ട് തരുന്നത് SSK ആണ്. SSK ഫണ്ട് തരുന്ന ഒരു 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു ഫണ്ട് കൂടെ നമുക്ക് സ്കൂളിൽ വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ വർണ്ണക്കൂടാരം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആ 10 ലക്ഷം രൂപയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോർപ്പറേഷൻ്റെ ഫണ്ട് കൂടെ വന്നതുകൊണ്ട് മാത്രം വർണ്ണക്കൂടാരവും അതേപോലെ നമ്മുടെ സ്കൂളും വളരെ മനോഹരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ LKG പഠിച്ചതാണോ? ഇപ്പം എങ്ങനെയുണ്ട് LKG ക്ലാസ്? പണ്ട് നിങ്ങൾ പഠിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു LKG ക്ലാസ്? അപ്പോൾ ഇപ്പോൾ പുതിയ പാർക്കും ഇതുമൊക്കെ വന്നപ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ഒന്നും കൂടി LKG പഠിക്കാൻ തോന്നല്ലേ? ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പാർക്കും ഗ്രൗണ്ടും ഈ സെൻസറിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? പഠനം പാൽപ്പായസം പോലെ മധുരമുള്ളതാണ്. കണ്ടും തൊട്ടും രുചിച്ചും മണത്തും അറിവിൻ്റെ പുതിയ ലോകം കീഴടക്കുന്ന ഈ കുരുന്നുകൾക്ക് പഠനം ഇരട്ടി മധുരമുള്ളതാവും.